അമേരിക്കയും ഇറാനും വീണ്ടും സംഘർഷത്തിലേക്ക് വരുന്നു എന്ന വാർത്തകൾ വരികയാണ്. സമാധാന കരാർ നിലനിൽക്കെ വീണ്ടും പ്രകോപനവുമായി അമേരിക്ക രംഗത്ത് വന്നതോടെ തിരിച്ചടിച്ച് ഇറാനും രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ടാങ്കറിന് നേരെ US സൈന്യം ആക്രമണം നടത്തിയതോടെയാണ് ആശങ്കകൾ വർദ്ധിച്ചത്. ഇറാനിലെ ക്വേഷം തുറമുഖത്തും ബന്ദർ അബ്ബാസ് തുറമുഖത്തുമായാണ് US സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിന്നും സ്ഫോടന ശബ്ദമുണ്ടായതായും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ സൈന്യവും അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് തിരിച്ചടിക്കുന്ന സാഹചര്യമുണ്ടായി. 2 ഡ്രോണുകളെ ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതായും പറയപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ 3 നാവിക ഡെസ്ട്രോയർ കപ്പലുകളെ ലക്ഷ്യമിട്ടെത്തിയ ഇറാൻ കപ്പലുകൾ US തകർത്തു എന്നാണ് സംഭവത്തെ പിന്നീട് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ 3 ലോകോത്തര നാവിക ഡെസ്ട്രോയർ കപ്പലുകൾ വെടിവെപ്പിലൂടെ വിജയകരമായി ഹോർമുസ് കടലിടുക്ക് കടന്നു എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്ക് ഒരു കേടുപാടും ഉണ്ടായില്ല. എന്നാൽ ആക്രമിക്കാൻ വന്ന ഇറാൻ കപ്പലുകൾക്ക് സമ്പൂർണമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത്. അതേസമയം ഇറാനുമായി ഹോർമുസിലുണ്ടായ ഏറ്റുമുട്ടൽ ഒരു സ്നേഹത്തല്ല് മാത്രമാണ് എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ നിലവിലുള്ള വെടിനിർത്തൽ കരാർ തുടരുമെന്നും അദ്ദേഹം ABC ന്യൂസിനോട് വ്യക്തമാക്കി. എന്നാൽ ഹോർമുസിലേക്ക് വരികയായിരുന്ന ഒരു എണ്ണക്കപ്പലിനെയും ഫുജൈറ തുറമുഖത്തിന് സമീപം വെച്ച് മറ്റൊരു കപ്പലിനെയും US ആക്രമിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ബന്ദർ ഖാമിർ, സിറിഖ്, കേഷം ദ്വീപ് എന്നിവയുടെ തീരപ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ചില രാജ്യങ്ങളുടെ പിന്തുണയോടെ അമേരിക്ക ആക്രമണം നടത്തിയെന്നും US സൈനിക വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെ സിംഹത്തോട് ഉപമിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഖവി നടത്തി. സിംഹം പല്ല് കൂർപ്പിക്കുന്നതിനെ ചിരിയായി ആരും തെറ്റിദ്ധരിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. അതിനിടെ UAE-യിലും ആക്രമണം ഉണ്ടായി. ഇറാന്റെ വ്യോമാക്രമണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മിസൈൽ ആക്രമണം പ്രതിരോധിച്ചു എന്നാണ് ഇതേ തുടർന്ന് UAE-യുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. ഒരു മാസം മുൻപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ ഈ ഒരു ആക്രമണത്തിൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ വെടിവെപ്പ് നടന്നു എന്നത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിലാവുകയാണോ എന്ന സന്ദേഹവും ആളുകൾക്കുണ്ട്. ഈ ഏറ്റുമുട്ടലിനിടെ UAE-യിലും ആക്രമണം ഉണ്ടായി എന്ന വാർത്ത UAE-യെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 2ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. UAE-യെ സംബന്ധിച്ചിടത്തോളം ശക്തമായി തിരിച്ചടിക്കും എന്ന് UAE വ്യക്തമാക്കിയ ഒരു ഘട്ടം തന്നെയാണ്. ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഇസ്രയേലുമായി ചേർന്ന് UAE ഇറാനെ ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് എന്ന ഒരു സമയത്താണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇറാനെതിരെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ കടന്നുകയറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾ ആക്രമിക്കുക UAE-യെ തന്നെയായിരിക്കും എന്ന കൃത്യമായ സന്ദേശം ഇതിലൂടെ ഇറാൻ നൽകാനും ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണങ്ങൾ അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അമേരിക്കയുമായും ഇസ്രയേലുമായും നിലനിൽക്കുന്ന പോരാട്ടത്തിൽ ഇറാൻ ഉടൻ തന്നെ ഒരു മഹത്തായ വിജയം നേടും എന്നാണ് ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ആരിഫ് അവകാശപ്പെടുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രസ് TV-യിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിക്കുന്നത്. രാജ്യം നിലവിൽ നേരിടുന്ന അന്താരാഷ്ട്ര വെല്ലുവിളികളെ കുറിച്ച് വ്യാഴാഴ്ചയാണ് അദ്ദേഹം ഇതൊരു വിജയം തങ്ങൾ ആഘോഷിക്കും എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം രാജ്യത്തിന് പകരുന്നത്. സാമ്പത്തികവും നയതന്ത്രപരവുമായ ഒറ്റപ്പെടലിന്റെ കാലഘട്ടം ഇതാ ഇറാനിന് അവസാനിക്കുകയാണ് എന്നും രാജ്യത്തിന്റെ വിധി ഉടൻ തന്നെ മാറുമെന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഉടൻ തന്നെ ഒരു വിജയാഘോഷം തന്നെ നടത്തും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഇറാനിയൻ ജനതയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ഈ മഹത്തായ വിജയത്തോടെ ഇല്ലാതെയാകാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പ്രസ് TV-യിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ സംഘർഷങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതേസമയം തന്നെ ഈ ഒരു അവകാശ പ്രഖ്യാപനത്തിന് വേണ്ടി ഇറാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. വർഷങ്ങളായി തങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ആസൂത്രിതമായ ബാഹ്യ സമ്മർദ്ദങ്ങളെ മറികടക്കുന്നതിന്റെ വക്കിലാണ് ഇറാൻ എന്ന വിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന അതേ ദിവസമാണ് ഈ പ്രസ്താവന പുറത്തു വന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നിലവിലുള്ള വെടിനിർത്തൽ കരാർ
അമേരിക്ക ലംഘിച്ചതായി ടെഹ്റാൻ ആരോപിക്കുമ്പോൾ തന്നെയാണ് സ്ഥിതിഗതികൾ വഷളാക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും വെടിനിർത്തൽ ഇപ്പോഴും നിലവിലുണ്ടെന്നുമാണ് അമേരിക്ക ഇതേ തുടർന്ന് വ്യക്തമാക്കിയത്. Waytonikah.com, the exclusive Muslim matrimonial site.